ഗുഡ് മോർണിംഗ്. നല്ല സൂര്യോദയം. കണ്ണിലേക്കാണ് കേട്ടോ സൂര്യൻ അടിക്കണത്. കണ്ണിങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ പച്ചമുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കൂടെ പേപ്പർ കൊടുക്കാം. വാതിൽ തുറന്നുള്ളൂ. ഇന്ന് സ്കൂളൊക്കെ ഉള്ള ദിവസമല്ലേ. ഇന്നെന്താ പേപ്പർ ഭയങ്കര കനം കുറവ് മാതിരി പറന്നു പോയാ. ഇത്രയുള്ളൂ. തീരെ പിടിച്ചപ്പോൾ ഇല്ലാത്ത മാതിരി തോന്നുക. ഇന്ന് സ്കൂളൊക്കെ ഉള്ള ദിവസമല്ലേ. ദേവുട്ടി എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ദേവുട്ടിക്ക് ഇന്ന് ചായക്ക് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ആണെങ്കിൽ അതിനിപ്പോൾ ലഞ്ചിനെയും കൊണ്ടുപോവാം. അപ്പം ഞാൻ കുറച്ച് ചീനമുളക് പൊട്ടിക്കാണ് ചട്നിക്ക്. ചീനമുളക് എണ്ണങ്ങ ചുരത്തിലാണ് നിൽക്കണത്. നോക്കിയേ ഇതിൻ്റെ ഒരു പൊക്കം ഇതവിടേക്കാണ് നിൽക്കണത്. ഞാൻ ഒന്ന് പൊട്ടിക്കട്ടെ കേട്ടാ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പച്ചമുളക് പൊട്ടിച്ചു കേട്ടോ. ഇനി അത് മല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാത്ത കാരണം തീരെ ഇപ്പോൾ ഒന്നുമില്ല. കുറച്ചേ കിട്ടിയുള്ളൂ. സാരില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച മുളകും മിക്സ് ചെയ്തിട്ട് അരയ്ക്കാം. ഇവിടെ കുറച്ച് കടലാസ മുളകൻ്റെ ഉണ്ടായിരുന്നു. അതും ഉണ്ടോ നോക്കട്ടെ കേട്ടോ. അതും ഓരോന്ന് അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒക്കെ ചള്ള അവിടെ 1-2 നിൽക്കുന്നുണ്ട്. അതും കൂടെ ഞാൻ പൊട്ടിക്കട്ടെ കേട്ടാ. ഇതാ അങ്ങനെ കുറച്ച് 4 കടലാസ മുളകും കിട്ടി. നമ്മൾ അടുക്കളയിൽ പോവും. ദേവുട്ടി എണീക്കിട്ടാ. മുളക് ഇവിടെ വെച്ചിട്ട് പേപ്പർ. ഇന്നലെ ഞങ്ങൾ ചക്ക തിന്നോട്ടാ. ചക്കക്കുരു കണ്ടാ. നല്ല മധുരമുള്ള ചക്കയായിരുന്നു. നല്ല മധുരം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല മധുരം കേട്ടാ. കാണാൻ ചുളയ്ക്ക് വലിയ കളറൊന്നും ഉണ്ടാവില്ല. ഒരുമാതിരി വെള്ള കളറായിട്ട് ഇരിക്കുക. നല്ല മഞ്ഞ കളറൊന്നും ഉണ്ടാവില്ല. പക്ഷെ തിന്നാണ്ടല്ലോ അടിപൊളി ചക്ക. കൽക്കണ്ട മാതിരി എന്നൊക്കെ പറയില്ലേ, തേൻ മാതിരി, അതേമാതിരി മധുരമാണ്. അടിപൊളി മധുരമാണ് കേട്ടോ. അപ്പം ചക്കക്കുരും കടയിൽ നിന്ന് മാങ്ങ കിട്ടുകയാണോ? മാങ്ങ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞാൻ വിചാരിച്ചു ചക്കക്കുരും വാങ്ങിയിട്ടിട്ടൊരു പുളിവെള്ളം വെച്ചാലോ എന്ന്. അത് ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ. പുളിക്കറി മാതിരി ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ചോറിനാൻ പറ്റും. അങ്ങനെ വെച്ചാലോ എന്ന് വിചാരിച്ചു. നോക്കട്ടെ. മാങ്ങ ഇപ്പം ഇന്നലെ ഞായറാഴ്ച ആയ കാരണം ഇന്നിപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ പച്ചക്കറി പലചരക്ക് കടയിൽ ഒന്നും ഉണ്ടാവില്ല. മാങ്ങയും പച്ചക്കറികളും ഒന്നും ഉണ്ടാവില്ല. നോക്കട്ടെ കേട്ടോ. കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ വേഗം ദേവുട്ടിക്ക് സമയം അത്യാവശ്യം. ഇഡ്ഡലിക്ക് മാവ് ഇതവിടെ വേഗം ഇഡ്ഡലിയൊക്കെ ചുട്ട് ചട്നിയൊക്കെ അരച്ച് റെഡി ആക്കട്ടെ. അങ്ങനെ നമ്മൾ ഇഡ്ഡലിക്കുള്ള വെള്ളം വയ്ക്കും. അടുത്ത് നമുക്ക് ചായ റെഡിയാക്കാം. ചായ അപ്പോൾ അതാ ഇവിടെ നമ്മുടെ ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെളിച്ചം ശരിയായില്ലെങ്കിലേ ഈ ഫോണിൽ ഇങ്ങനെ മിന്നി നിൽക്കും കണ്ട. അത് ലൈറ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ലൈറ്റ് കറക്റ്റായി വന്നില്ലെങ്കിൽ അതിങ്ങനെ മിന്നി കാണിക്കും. പ്രകാശമൊക്കെ കറക്റ്റാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുഴപ്പമില്ലാണ്ട് കാണിക്കും. അപ്പോൾ ഇതിൽ ഇഡ്ഡലി 4 ഇഡ്ഡലിക്ക് 4 കൊമ്പുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ ഒരു കൊമ്പ്, അവിടെ ഒരു കൊമ്പ്, ഇപ്പുറത്തൊരു കൊമ്പ് കണ്ട. കറക്റ്റായി വന്നു. അതൊഴിക്കുമ്പോൾ അവിടെ ഇവിടെ ആയതാണ്. പക്ഷെ അത് കറക്റ്റായി എന്നാണ് പറഞ്ഞു വന്നത്. അടുത്ത ഇഡ്ഡലി വെച്ചു. ഇനി ചായ കുടിച്ചിട്ട് വേണം എനിക്ക് നാളികേരം ചിരകാൻ. സാധാരണ ദേവുട്ടിക്ക് ഞാൻ തേങ്ങാ ചട്നി കൊടുത്തയക്കാറില്ലേ സ്കൂളിലേക്ക്. ഇന്നിപ്പോൾ തേങ്ങാ ചട്നി തന്നെ കൊടുത്തയക്കുന്നത്. ചട്നി നന്നായി ചൂടാക്കി കഴിഞ്ഞാൽ കേടുവരില്ല. ഞാൻ അങ്ങനെ ചൂടാക്കാറില്ല കേട്ടോ ചട്നി.
വേഗം അങ്ങോട്ട് കടുക് വറുത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിച്ച വശം ഓഫാക്കും, അല്ലെങ്കിൽ തേങ്ങ അരച്ച് വെച്ചിട്ട് അതിലേക്ക് കടുക് വറുത്തിടും, അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇന്നൊന്ന് കറക്റ്റാக ചൂടാക്കി എടുക്കണം. ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും, പക്ഷെ നാശാവുമല്ലോ ചൂടാക്കിയില്ലെങ്കിൽ. അപ്പം എന്നാൽ അവൾക്കുള്ള കുറച്ച് ചട്നി നന്നായി ചൂടാക്കി എടുക്കാം. അപ്പം ചായ ഒന്ന്, അയ്യോ നല്ല കടുപ്പായ ചായ ഞാനൊന്ന് അരിക്കട്ടെ കേട്ടാ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെൻ്റെ ചായ. ഹായ്, നല്ല ചായ. ഇനി ഞാൻ തേങ്ങ ചിരകട്ടെ കേട്ടാ. ഡ്യൂട്ടി എണീറ്റ് വന്നിട്ടല്ലോ, ഞാൻ എണീക്കാൻ നേരം വൈകിയും. ഇന്നലെ ഒരു അച്ഛനും മോളും പൂരത്തിനൊക്കെ ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ കല്ലഴി കുന്നെന്ന് പറയും, അവിടെ പൂരമായിരുന്നു. അപ്പോൾ ഇവര് രാവിലെ നേരത്തെ പോയിട്ട് അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പോയിണ്ടായിരുന്നു. അപ്പം അതൊക്കെ രാത്രി, പിന്നെ വൈകിട്ട് പൂരം പിടിക്കാനായിട്ട് മുരളേട്ടൻ പോയി. അപ്പോൾ വൈകിട്ട് വന്നിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരം വൈകിട്ടാണ് കിടുന്നത്. അപ്പോൾ ദേവുട്ടി അതെ, ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങി. പിന്നെ അച്ഛനും മോളും കൂടിയിട്ടിരുന്ന് എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ദേവുട്ടി നേരം വൈകിട്ടാണ് തോന്നുന്നു ഉറങ്ങിയത്. അതാ തോന്നുന്നു നേരം ഭയങ്കരമായിട്ട് നേരം വൈകി എനിക്ക്. അല്ലെങ്കിലും എന്താ പറയുക, രാത്രി ഉറക്കില്ല, അവൾക്ക് രാവിലെ നേരത്തിന് ഉറക്കാം. അപ്പോൾ ഇപ്പോൾ എണീറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പോയി വേഗം ചട്ടിനി അരച്ച് റെഡിയാക്കട്ടെ കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ ഫ്രണ്ട്സ്, ദേവുട്ടിക്കുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ടാ. ഇഡ്ഡലി വെച്ചിട്ടുണ്ട്, 4 ഇഡ്ഡലി വെച്ചിട്ടുണ്ട്. 3 ദേവുട്ടിയുടെ കണക്ക്, ഒരെണ്ണം കൂടുതൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചട്നി ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. ബോട്ടിലെ വെള്ളമാക്കി. ഇനി അവൾക്ക് മുടി കെട്ടി കൊടുക്കട്ടെ കേട്ടോ പോയിട്ട്. പിന്നെ ചായ കൊടുക്കണം. അപ്പോൾ അത് രണ്ടും ചെയ്യട്ടെ. ഹായ്, ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കൂട്ടാൻ പണിയും കഴിഞ്ഞു. ഇപ്പം ഞാൻ ഉണക്കമീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇതാ ഉണക്കമീൻ, പട്ടത്തിയാണ് കേട്ടോ, പട്ടത്തി. പിന്നെ ഇത് നമ്മുടെ ചക്കക്കുരു, കാണാണ്ടോ വെളിച്ചം എന്താണാവോ. ചക്കക്കുരു, പിന്നെ ഇച്ചിരി പരിപ്പിട്ടു കേട്ടോ. മാങ്ങ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഇച്ചിരി പരിപ്പിട്ടു. അതും കൂടിയിട്ട് പുളി ഒഴിച്ചിട്ട് കടുക് വറുത്തതാണ് കേട്ടോ. കടുക് വറുക്കുമ്പോൾ കുറച്ച് ഉലുവയും കറിവേപ്പിലയും കടുകൊക്കെ ഇട്ടിട്ട് നമ്മൾ കടുക് വറുത്തിട്ടില്ലേ, അതേമാതിരി കടുക് വറുത്തിട്ടു കേട്ടോ. മുഴുവൻ മുളക് ഉണ്ടായിരുന്നില്ല, വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. ഉലുവയൊക്കെ ഇട്ട് കടുക് വറുത്തിടുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ കറി ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതും ഉണക്കമീനാണ് കോമ്പിനേഷൻ കേട്ടോ. പിന്നെ ദേവുട്ടിക്ക് ഇഡ്ഡലിയാണല്ലോ കൊടുത്തയച്ചത്. അപ്പോൾ വേറെ ഉപ്പേരിപ്പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ കടയിൽ പോകാൻ റെഡി ആവാൻ നോക്കുകയാണ്. ഇന്ന് കഞ്ഞിക്കടയ്ക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നമ്മളിങ്ങനെ മെല്ലെ 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 ചെയ്തത്. അപ്പം ഇനി എനിക്ക് വീഡിയോ ഇപ്പോൾ സമയം എത്രയെന്നറിയോ, 10:20 വീഡിയോ ലോഡായിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഒരു പൂരത്തിൻ്റെ വീഡിയോ, അത് ഇവിടെയല്ല വൈഫൈ ഉള്ളത്. നമ്മുടെ ഫോണിലെ നെറ്റ് കൊണ്ട് വീഡിയോ 1 GB 2 GB കൊണ്ട് വീഡിയോ ലോഡാവില്ല, യൂട്യൂബിലേക്ക് അപ്ലോഡ് ആവില്ല. അപ്പോൾ ഇവിടുന്ന് തന്നെ എല്ലാം റെഡി ആക്കിയിട്ട് വേണം പോവാൻ. അപ്പോൾ വീഡിയോ അപ്ലോഡായാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പണിയിലാണ് കേട്ടോ. അതിങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ കുളിച്ച് റെഡിയായി വേഗം വരട്ടെ. മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് ക്ലീനിങ് കഴിഞ്ഞു. ഇനി ഒന്നും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ്ട് ഈ ഗ്യാസിൻ്റെ വടിയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ മീൻ വറുത്തിട്ട് വേഗം, ഇന്നിപ്പോൾ വീഡിയോ എടുത്തിട്ട് ഇന്ന് തന്നെ ഇടേണ്ട കാര്യമില്ല. കാരണം ഇന്ന് പൂരത്തിൻ്റെ വീഡിയോ ഇടേണ്ട കാരണം ഇന്നത്തെ വീഡിയോ, തിങ്കളാഴ്ചത്തെ വീഡിയോ നമ്മൾ ചൊവ്വാഴ്ചയാണ് കാണുക. അപ്പം എനിക്ക് മെല്ലെ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇന്നത്തെ ഫുൾ ഡേ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, ഞാൻ പറയുകയൊക്കെ ചെയ്യും, ഇടയിലതൊക്കെ വിട്ടുപോകും. നോക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ റെഡിയായി വരട്ടെ. മീൻ മറിച്ചിട്ടുകൊണ്ടിരിക്കുക, അതായിരിക്കും ക്യാമറയിലേക്ക് നോക്കാത്ത കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഫുൾ ഡേ വ്ളോഗൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും കാണിച്ചില്ല കേട്ടോ. ഇപ്പോൾ സമയം 6:15. എവിടെ ക്ലോക്ക് കാണാണ്ട, 6:15 സമയം.
ഞാൻ പാർലറിൽ നിന്ന് പോവാണ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇടയിൽ ഞാൻ ത്രെഡിങ്ങോ ഹെയർ കട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, പക്ഷെ അതൊന്നും പിടിക്കാൻ പറ്റിയില്ല. അപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പിന്നെ ഞാനിത് വേണ്ടാന്ന് വെച്ചു. ഇനി കസ്റ്റമർക്ക് എന്താ തോന്നുക, ജസ്റ്റ് ഒരു ബിറ്റ് മാത്രം, പക്ഷേ എന്നാലും വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇനി അധികം വീഡിയോ നീട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.